Module number 3 next question number 6, development of surface. A pentagonal pyramid, side of base 50 mm and height 80 mm, rest on its base on the ground with one of its base sides parallel to VP. A section plane perpendicular to VP and inclined 30 degree to HP cuts the pyramid bisecting its axis. Draw the development of the truncated pyramid. Okay, ഇവിടെ pentagonal pyramid section ചെയ്ത truncated pyramid ന്റെ ഡെവലപ്മെൻ്റ് ആണ് വരയ്ക്കേണ്ടത്. ഫസ്റ്റ് ഗിവൺ പൊസിഷൻ നോക്കുക, ആ പൊസിഷനിൽ തന്നെ പെൻറ്റഗൺ വരയ്ക്കുക. തന്നിരിക്കുന്നത് HP റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലമാണ്, അത് നമുക്ക് ഉറപ്പിക്കാം. കാരണം സിലബസിൽ വെർട്ടിക്കൽ സോളിഡ്സ് ഓൺലി എന്ന് തന്നിട്ടുണ്ട്. വൺ സൈഡ് പാരലൽ ടു VP. ഓക്കെ, ദാറ്റ് മീൻസ് വൺ ബേസ് സൈഡ് VPക്ക് പാരലായിട്ട്, അത് നിങ്ങൾക്ക് XY ലൈൻ നിയർ ആയിട്ട് എടുക്കാം, XY ലൈൻ എവേ ആയിട്ട് എടുക്കാം. കാരണം അത് പ്രോബ്ലത്തിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല. പെൻറ്റഗൺ കംപ്ലീറ്റ് ചെയ്യുക. പെർപെൻഡിക്കുലർ ആയിട്ടൊക്കെ പെൻറ്റഗൺ വരച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പൊസിഷൻ തെറ്റാണ്. ബട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് പിരമിഡ് കംപ്ലീറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കിട്ടും. കാരണം ഏത് പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാലും ഡെവലപ്മെൻറ്റ് സെയിം ആയിരിക്കും ആൻസർ കിട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് സൈസ് വളരെ കൂടുതലാണ്. ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊരു പേജിൽ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സ്കെയിൽ ചെയ്തത്. 1:2 ആയിട്ടാണ് ഞാൻ സ്കെയിൽ എടുത്തിരിക്കുന്നത്. അതായത് റെപ്രസെൻറ്റേറ്റീവ് ഫ്രാക്ഷൻ ഈക്വൽ ടു 1/2. 50 mm 25 ആയിട്ടും 80 mm 40 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ടോപ്പ് വ്യൂവിൽ പെൻറ്റഗൺ വരയ്ക്കുക. വൺ സൈഡ് പാരലൽ ടു VP. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. സെക്ഷൻ ലൈൻ ഇൻക്ലൈൻ ടു HP ആണ്, 30 ഡിഗ്രി ആണ്, ബൈസെക്റ്റിംഗ് ദ ആക്സസ് ആണ്. ഓക്കെ, അപ്പോൾ ആക്സസ് ലൈനിൻ്റെ മിഡ് പോയിൻ്റ് കണ്ട് അതിലൂടെ സെക്ഷൻ ലൈൻ വരയ്ക്കുക. സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുക. ഇത്രയും ചെയ്യുമ്പോഴേക്കും സിമ്പിൾ പൊസിഷന് 5, സെക്ഷൻ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് 5, ഇത്രയും മാർക്ക് ആണ് മിനിമം കിട്ടാറുള്ളത്. ചെറിയ വേരിയേഷൻ ഒക്കെ ഉണ്ടാവും. ആൻസർ സ്കീമിൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പെൻറ്റഗണൽ പിരമിഡ് വരയ്ക്കണം. അതിന് O', A', ലെങ്ത് എടുത്ത് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. കാരണം അത് ട്രൂ ലെങ്ത് അല്ല. കാരണം OA, OC, OB, OE, OD ഇതൊന്നും XY ലൈന് പാരലല്ല. ടോപ്പ് വ്യൂവിൽ ഫ്രണ്ട് വ്യൂ ഇൻക്ലൈൻഡ് ആണ്. ദാറ്റ് മീൻസ് ലൈൻ ഇൻക്ലൈൻഡ് ടു ബോത്ത് HP ആൻഡ് VP ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂ അപ്പാരൻറ്റ് ലെങ്തിലായിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫേസ് എഡ്ജിനെ OAയോ OEയോ OB, OC ഏതെങ്കിലും ഒന്നിനെ റൊട്ടേറ്റ് ചെയ്ത് XY ലൈന് പാരലാക്കിയിട്ട് അതിനെ XY ലൈനേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ O', E1' അല്ലെങ്കിൽ ഈ ഒരു ലൈൻ ഇത് ലൊക്കേറ്റ് ചെയ്യണം. ഇതാണ് ട്രൂ ലെങ്ത്. ഈ ട്രൂ ലെങ്തിൽ വേണം ഇവിടെ ആർക്ക് വരയ്ക്കാൻ. ഇവിടെ OA ഈക്വൽ ടു O', E1' ഈക്വൽ ടു ട്രൂ ലെങ്ത്. ആ റേഡിയസിൽ വേണം മാർക്ക് വരയ്ക്കാൻ. ബേസ് സൈഡിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. സെക്ഷൻ പോയിൻറ്റ്സ് ഫേസ് എഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ O', 1' ട്രൂ ലെങ്ത് അല്ല. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ലൈൻ O', E1' വരച്ചിട്ട് ഇവിടെ കിട്ടുന്നതാണ് ട്രൂ ലെങ്ത്. അതേപോലെ എല്ലാ പോയിൻറ്റ്സിനെയും ഈ സൈഡിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഈ ലൈനിൽ ട്രൂ ലെങ്ത് കണ്ടിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. ഈ കംപ്ലീറ്റ് സോളിൻ്റെയും അതായത് പെൻറ്റഗണൽ പിരമിഡ് ഡെവലപ്മെൻറ്റ് വരച്ച് കഴിഞ്ഞാൽ 5 മാർക്കായിരിക്കും. ഇത് 3 ആണ്. ഈ കിട്ടിയിരിക്കുന്ന സെക്ഷൻ പോയിൻറ്റ്സിന് ഡെവലപ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് 5 മാർക്സ് +2 നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. അല്ലെങ്കിൽ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, എനിവേ ഈ സിമ്പിൾ പൊസിഷൻ ശരിയായി കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. ഈ സെക്ഷൻ ലൈന് ശരിയായി കഴിഞ്ഞാൽ 3 to 5 മാർക്സ് ആണ് യൂഷ്വലി കാണാറ്. ഇനി കംപ്ലീറ്റ് സോളിൻ്റെ ഡെവലപ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 5 മാർക്സ്. അതിന് സെക്ഷൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 5. ഈ രീതിയിലാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ പെൻറ്റഗണൽ പിരമിഡിൻ്റെ പൊസിഷൻ തെറ്റായി വരച്ചവരുണ്ടാവും. ബട്ട് ഇത് കറക്റ്റായിട്ടാണ് വരച്ചതെങ്കിൽ ഇതിൻ്റെ മാർക്ക് കിട്ടും. സെക്ഷൻ ചെയ്യാത്ത കംപ്ലീറ്റ് സോളിൻ്റെ മാർക്ക് 5 മാർക്സ് കിട്ടും. കുറച്ച് പേര് ചോദിച്ചിരുന്നു ട്രൂ ലെങ്ത് എടുക്കാൻ വിട്ടുപോയി എന്നുള്ള കാര്യം. ട്രൂ ലെങ്ത് എടുക്കാൻ വിട്ടുപോയി കഴിഞ്ഞാൽ 5 മാർക്സ് കുറയും. സെക്ഷൻ ചെയ്ത പോയിൻറ്റ്സിനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൽ തെറ്റാണ്. അപ്പോൾ അത് 5 മാർക്സാണ് കുറയേണ്ടത്. അപ്പോൾ 15 മാർക്സോളം കിട്ടും.